ഹലോ എത്താനായിടാ. ഓക്കെ ആ ശരി ഓക്കെ. കെട്ടിടത്തിന്റെ പിറകുവശത്തെത്തിയ കടയുടമ കാണുന്നത് ചെടികൾക്കിടയിൽ വല കൊണ്ട് മൂടിയ എത്ര സമയം കാത്തിരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഞാനൊരു ഓട്ടം പോയതല്ലേ, ഓട്ടം പോയിട്ട് വന്നിട്ട് ഈ രീതിയിൽ ഒച്ച പോകും. എനിക്ക് ഇത്ര രാവിലെ സാധനം അടിക്കാൻ ഇത്ര തിരക്ക്. പിന്നെ കുറച്ച് വൈകിട്ടാണെങ്കിൽ നമുക്ക് ബാറിൽ പോയിട്ട് അടിക്കാതില്ല. ഈ ബ്ലാക്കിന് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടാ? എനിക്ക് ഉറങ്ങുകയും ചെയ്യായിരുന്നു. ഉറക്കെല്ലാം കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു. ഈ സാധനം കിട്ടിയിരുന്നു. സാധനം കിട്ടിയിട്ടുണ്ട്. 1.5 ലിറ്റർ സാധനം നീ പറഞ്ഞു മേടിച്ചിട്ടുണ്ട്. അതിൽ 1/2 ലിറ്ററിന്റെ ഷെയർ ആയിരുന്നു. അതിന്റെ 10 ഞാൻ അടിച്ചിട്ടുണ്ട്. നീ ഇന്ന് ഷെയർ ഒന്നും തരണ്ട. ഇന്ന് ഫുൾ ചെലവ് എന്റെ വകയാണ്. എനിക്കൊരു നല്ലൊരു മല കൂടെ ഒത്തിരിട്ടോ, ഉഗ്രം കോള്. പിന്നെ ഇന്ന് നമുക്കൊരു ഒരാളും കൂടി ഉണ്ടാവും കേട്ടോ. ആളാരെല്ലാം ഈ കോളെന്തെന്ന് പറയാതെ കോള് പറയാം. അതിനൊപ്പം രണ്ടെണ്ണം അടിക്കണം. അടിക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് വണ്ടി എടുക്കും. ഓക്കെ, അടിക്കാനുള്ള സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകാം. ഇന്ന് സൂര്യൻ അസ്തമിച്ചിട്ട് നാളെ ഒരിക്കുന്നില്ലേ ഞാൻ രാജാവായിരിക്കും. രാജാവ് പക്ഷെ നീ പരിശ്രമിക്കണ്ട. ഞാൻ രാജാവായ നീ ഇവിടെ രാജാവ്. എനിക്കായിട്ട് ഗുണമുണ്ടോ കേട്ടാ? அதில் மரணம் என்பது செலவாகும் போனால் போகட்டும் போடா. സാധനം എടുത്തു. നീ അടിക്കടാ, നീ അടിച്ചില്ല. നീ അടിക്ക്. ഗുരുഭക്തിയല്ലേ? അടിക്ക്. ഈ കോളെന്ത് പറയുന്നല്ലോ, കോളെന്തെന്ന് പറ. കോളൊന്നുമില്ലടാ. ചെറുതായിട്ട് അവിടെ ഒന്ന് കൊല്ലണം. കൊന്നിട്ട് കണ്ടോ, ഇതൊരു ബ്ലാങ്ക് ചെക്കാണ്. പൂത്ത കാച്ചുണ്ട് ഇളയിൽ. ഇത് കൊല്ലുന്നു, നൈസായിട്ട് നമുക്ക് വേണമെന്ന് എഴുതി എടുക്കുന്നു. ഇഷ്ടം പോലെ ഒരാളെ കൊന്നിട്ടില്ല കാശ് വേണം. എടാ, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളവും. ഞാൻ കൊല്ലണ്ട ആളെന്നെ നമുക്ക് ഈ ചെക്ക് തന്ന്. നിനക്ക് ആളെ എനിക്ക് അറിയായിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് ബാറിൽ കാണുന്ന ഒരാളാണ്. ഇന്നലെ ഞാൻ അയാളെ വെച്ച് അടിച്ചപ്പോ തന്നെ അയാൾ എന്നോട് ഈ കാര്യം പറഞ്ഞു. നോക്കുമ്പോ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ആളെ നൈസായിട്ട് ഒരു കുന്നിന്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു മെന്റൽ വലയം. നമ്മൾ നൈസിന് അവിടെ പോയി ജസ്റ്റ് അളന്ന് ആ കുന്നിനോട് താഴേക്ക് ഇടുന്നു, കഴിഞ്ഞു. അകത്ത് ഒരു CCTV ഒന്നുമില്ല. നാളെ നമ്മൾ ക്യാഷ് എടുക്കുന്നു, നമ്മളെ കാര്യം കൊടുക്കുന്നു. നീ കട്ടക്ക് എന്റെ കൂടെ നിന്നാ മതി. സംഭവം നടന്നു കഴിഞ്ഞാൽ നാളെ ഞാൻ രാജാവ്. എനിക്കും രക്ഷപ്പെടാം. എന്നിട്ട് വേണമായിരിക്കും നാളെ ജയിലിൽ മറ്റേ കമ്പിയിൽ കവല വായിക്കാൻ പറ്റിയല്ലേ? ഞാൻ നേരെ വിളിച്ചു. ഹലോ, സാർ എവിടെയാ? ആ ഓക്കെ, നമ്മളിതെത്തി. എന്നാ വണ്ടി എടുക്കടാ. കേറിക്കോ സാറേ. അയിത്തെ ഇതാ ഞാൻ പറഞ്ഞ ആള്. ഇവനെവിടെ വല്ല കണ്ടുപരിച്ചുണ്ടല്ലോ. ആ, നമ്മുടെ ഡെയിലി വാറിൽ അടിക്കാൻ വരലുണ്ട്. അങ്ങനെ വെച്ചിരിക്കും. തന്നെ സാർ റണ്ണിങ്ങിന് അടിക്കോ? റണ്ണിങ്ങിലടിക്കാ. അയിത്തെ എന്നാ താഴേക്ക്. എന്തു പറ്റി സാറേ? കാര്യമായിട്ട് എന്താ ആലോചിക്കുന്നുണ്ടല്ലോ? ഒന്നുമില്ല, ഞാൻ ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കാം. അത് പ്രശ്നമൊന്നുമില്ല സാർ, ഇന്ന് അടിച്ചേ, എല്ലാം റെഡിയോ. എന്താണ് രഞ്ജി, മരണം മണക്കുന്നുണ്ടോ നിനക്ക്? അവനറിയില്ലല്ലോ നീ അവന്റെ കാലിൽ നിന്ന് അവന്റെ ചങ്ങായി നിന്റെ അടിമയാകാന്ന്. പാവം ചത്തുപോട്ടെ. നിന്നെ കൊന്നിട്ട് അവൻ നേടാൻ പോകുന്ന ജീവിതം നിനക്ക് നഷ്ടപ്പെട്ടതല്ലേ?
കൊല്ലടാ. നീ ഒന്ന് അടുത്ത് പോയി നോക്ക്, താഴെ വീണ സെറ്റാവോ? ഞാനില്ല. എന്തായിട്ട് ഇപ്പൊ ഇങ്ങനെ? എടാ, എല്ലാ കാര്യത്തിലും ഞാൻ നിന്റെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതെന്നെ കൊണ്ടാവില്ല. കൊല്ലാനുള്ള മനക്കെട്ടി എനിക്കില്ല. അയിത്തെ കൊല്ലാൻ ഞാൻ പറ്റാ, അത് ഞാൻ ചെയ്തോളൂ. എന്തായാലും ഞാനില്ല. അയിത്തെ എന്തായാലും ഞാൻ അതിനെ പുറപ്പെട്ടു. ഞാൻ എന്തായാലും ചെയ്യും. നീ കൂടെ നിന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ മറക്കും. എന്തുപറ്റി? ഇല്ല, ഒരാളെ ചവിട്ടി താഴെട്ടാൽ എന്ത് പറ്റും നോക്കിയത്. എന്നിട്ട് എന്ത് തോന്നി? ആള് തീരും, താഴെ മൊത്തം പറയാം. എടാ, നമ്മൾ തമ്മിൽ ഇന്ന് ഒരു ദിവസത്തെ പരിചയമല്ലല്ലോ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സാറ് ചോദിക്കും സാറേ. ഇതാ, നിനക്ക് പണമാണോ വലുത് അല്ല സ്നേഹമാണോ വലുത്? സ്നേഹമാണ് സാറേ. കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും എന്നെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട്. നീ നല്ലവനാടാ, അത് നിന്റെ മുഖം നോക്കിയാൽ മനസ്സിലാവുന്നു. നീ കൂടെ നിന്നാ മതി. സജി, ഞാൻ പറഞ്ഞത് കള്ളിന്റെ പുറത്താണെങ്കിലും നീ ഇത്രയും പ്ലാൻ ചെയ്ത് സംഭവം ഇവിടെ വരെ എത്തിച്ചു. സമ്മതിച്ചു നിന്നെ ഞാൻ. പക്ഷേ എടാ സജി, എനിക്ക് തെറ്റി. കള്ളിന്റെ പുറത്ത് ഇതുപോലത്തെ ചെക്കുകൾ ഞാൻ പലർക്കും കൊടുത്തു. പിന്നെ അവരാരും എന്നെ കൊല്ലാൻ വന്നിട്ട. കാരണം എനിക്ക് വട്ടാണ്. അയിത്തെ നീ എന്റെ കൂട്ടുകാരനാ, നീ എന്റെ കൂടെ വെക്കണം. എന്തിന്? ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ നിന്നില്ലേ? നീ എന്റെ കൂടെ ഒരിക്കലെങ്കിലും നിന്നിട്ടുണ്ടോ? അടുത്തേ ചവിട്ട് താഴെയിട്ടാ തെളിവ് വല്ലതും കാണുവാ. ഓർമ്മകൾ വലിച്ചാൽ മറവിയുടെ ലോകത്ത് തെളിവിന് എന്ത് പ്രസക്തിയാ സാറേ? സാറേ, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം എന്നോട്. നിനക്ക് തെറ്റുപറ്റിയെങ്കിൽ ഇത് നീ ചെയ്തേ നമ്മൾ തരുന്ന ശിക്ഷ. അയിത്തെ ഇവന് പറയുന്നൊന്നും കേൾക്കണ്ട, നേരെ പിടി. ഞാൻ ഇവനൊരു ചവിട്ട് വിട്ടട്ടെ. സാറേ, നിങ്ങളാണ് ശരി. ഈ ലോകത്ത് മനുഷ്യന്മാർക്കിടയിൽ മനുഷ്യനായി ജീവിക്കുന്നതിലും ഭേദം ഭ്രാന്തനായി ജീവിക്കുന്നതാണ്.